ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും. കർത്താവ് പറയുന്നൊരു ദൂത്, പഴയ നിയമത്തിലെ ഉദ്ധരണിയാണ് ഈ വചനം. അപ്പോൾ വഴി ഒരുക്കുന്ന ദൂതനെ നമുക്ക് മുമ്പായി അയക്കുകയാണ് അല്ലേ. നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് 90 സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനൊരിക്കൽ യാത്ര ചെയ്തപ്പോൾ ആ യാത്രയിൽ പെട്ടെന്ന് ചെല്ലാൻ കഴിയാത്ത വിധം ട്രാഫിക് ജാമായി, വണ്ടികളെല്ലാം കുരുങ്ങിക്കിടക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഈ വചനം ഓർത്തു, കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ദൂതന്മാരെ ഒന്ന് അയക്കുകയായിരുന്നെങ്കിൽ അപ്പോൾ ഈ ട്രാഫിക്കെല്ലാം ഒന്ന് മാറ്റാൻ. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ദൂതന്മാരോട് കൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ കൽപ്പിച്ചു, ദൂതന്മാരെ കടന്നു വരൂ, ഒന്നിലധികം ദൂതന്മാർ വന്ന് പെട്ടെന്ന് ഈ ട്രാഫിക്കെല്ലാം മാറ്റാൻ പറഞ്ഞു. കണ്ണടച്ച് തുറന്നില്ല, അതിന് മുമ്പ് തന്നെ മഞ്ഞ് ഈ സൂര്യനിൽ ഉരുകുന്നത് പോലെ വാഹനങ്ങളെല്ലാം അങ്ങോട്ട് ചുറ്റും മാറി. എനിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞു, സമയത്തെത്താൻ കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആജ്ഞാനുവാർത്ഥികളായ ഈ ദൂതന്മാരെ നാം എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം. പക്ഷേ അവരോട് വിഘടിക്കരുത് കേട്ടോ. സ്തോത്രം. അതുകൊണ്ടാണല്ലോ മോശയോടുള്ള ബന്ധത്തിലും നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മുമ്പായി നമ്മുടെ വഴികളെ ഒരുക്കുന്നവനാണ്. സാത്താന്യ ശക്തികൾ, ലോകപരമായ പാരമ്പര്യ പൗരോഹിത്യ ശക്തികളൊക്കെ നമ്മുടെ ആത്മീയ, ഭൗതിക, ആരോഗ്യപരമായ നന്മയുടെ വഴികളൊക്കെ അടയ്ക്കും. പക്ഷേ ഇതാ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. ദൈവത്തിൻ്റെ ദൂതാണ് കേട്ടോ. ആ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. ഈ വചനം നമുക്ക് അനുഗ്രഹപ്രദമാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നലകളിൽ നമ്മളെ സൂക്ഷിച്ച ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭവനത്തെ, നമുക്കുള്ളതിനെല്ലാം ദൈവം കരുതി സൂക്ഷിച്ചല്ലേ. ദൂതന്മാർ മുമ്പടെയായി പിമ്പടെയായി ഇരു സൈഡും കാവലില്ലായിരുന്നോ? അപ്പോൾ ഈ കർത്താവിൻ്റെ സ്വർഗീയ സാന്നിധ്യം കരുതലിൻ്റെ സാന്നിധ്യമാണ് അല്ലേ. വഴിയൊരുക്കുന്ന സാന്നിധ്യമാണ്, അടഞ്ഞ വഴികളെ തുറക്കുന്ന സാന്നിധ്യമാണ്. ഈ ദൈവസ്നേഹം എത്ര വലുതാണ്! ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കരുത്. ദൈവം നമുക്ക് തരുന്ന വഴികൾ ശ്രേഷ്ഠമാണ്, ഒരുക്കിയ വഴികൾ ശ്രേഷ്ഠമാണ്. ഈ ഒരുക്കിയ വഴിയിലൂടെ നന്മ കാണാൻ, വിടുതൽ കാണാൻ, സൗഖ്യം കാണാൻ, ആരോഗ്യം കാണാൻ, നന്മ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, മാറ്റമില്ലാത്ത തിരുവചനം അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ